ജലീല, വ്യാജനിർമ്മിതികൾ എന്തെങ്കിലും ഒരു ദിവസം പൊളിഞ്ഞു വീഴും എന്നുകൂടി തെളിയിക്കുകയല്ലേ ഈ കോടതി വിധി? അതിന് മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോ. എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേരും ഈ രാജ്യസ്നേഹത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ടാണ് പറയുന്നത്. ഈ രാജ്യത്ത് നൂറ്റാണ്ട് നീണ്ട സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവനും രക്തവും ഒക്കെ കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. ആ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ രാജ്യസ്നേഹത്തിൻ്റെ അപ്പോസ്തലന്മാരാകാൻ സാധിക്കുന്നത്? എനിക്ക് ആശ്ചര്യപ്പെടുക. ഏതെങ്കിലും നിങ്ങൾ ഈ വർണ്ണിക്കുന്ന നിങ്ങളുടെ ഇന്നത്തെ ആശയം അത് ഹിന്ദുത്വമല്ല, മഹനീയമായ ഹൈന്ദവ ദർശനത്തെ അല്ല ഞാൻ പറയുന്നത്. ഈ രാജ്യത്തെ ഹൈന്ദവ ദർശനത്തിൽ വിശ്വസിക്കുന്നവരും ഇസ്ലാം ദർശനത്തിൽ വിശ്വസിക്കുന്നവരും കമ്മ്യൂണിസ്റ്റുകാരനുമായി ധീരോദാത്തമായി നടത്തിയ പോരാട്ടത്തിൻ്റെ ഒടുവിലാണ് ഈ രാജ്യം സ്വാതന്ത്ര്യ സമരം നടത്തി വിജയിച്ചത്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ താങ്കൾ ചിരിക്കേണ്ട, ഒരു പഴത്തൊഴിയിൽ ചവിട്ടി വീണ് പരിക്ക് പറ്റിയ താങ്കളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കാട്ടിത്തരാൻ നോക്കൂ? ഒരാളെ, അധികം വേണ്ട. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ മുഖത്ത് നോക്കി മണിക്കൂറുകളോളം നിങ്ങൾ രാജ്യസ്നേഹത്തിന്റെ ക്ലാസ് എടുക്കുന്ന ഏതർത്ഥത്തിലാണ്? ജലീൽ, ഒരു ഹിന്ദു പോലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്നാണോ? അല്ല, ഹിന്ദുവിനെ ഞാൻ അത് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ വിഭാഗത്തിൽ പറഞ്ഞാൽ പിന്നെ ഹിന്ദു അല്ലാതെ അല്ല, കോടാനുകോടി ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ അവർ നടത്തിയ ധീരമായ അതിൽ നിങ്ങളിപ്പോ പറയുന്നവര്, നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ഈ ആശയത്തിന്റെ പ്രതിനിധികൾ അതിൽ ഏത് സംഭാവനയാണ് അർപ്പിച്ചിട്ടുള്ളത്? പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ ഒരു 925 മുതൽ കൃത്യമായ അജണ്ട നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചവർക്കും ബോധ്യമുണ്ട്, എനിക്കും ബോധ്യമുണ്ട്. ആ അജണ്ടകൾ അതാത് ദശാബ്ദങ്ങളിൽ പൂർണ്ണമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 980കളിൽ എന്താണോ വേണ്ടത്, 990കളിൽ അതൊക്കെ നമ്മൾ കണ്ടുമടുത്തതാണ്. 2000 ദശകത്തിൽ ആദ്യത്തിൽ കണ്ടു തുടങ്ങിയതാണ് ഒരു പൊതുബോധം സൃഷ്ടിക്കുക എന്ന് വെച്ചാൽ എവിടെ ഒരു ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുണ്ടോ, അവർക്ക് തൊപ്പിയുണ്ടോ താടിയുണ്ടോ, അവൻ തീവ്രവാദിയാണ്. മലയകാവിലും അതാണ് സംഭവിച്ചത്. ഈ രാജ്യത്തെ ജയിലറകളിൽ ഇന്നും 50,000-ൽ പരം നിരപരാധികൾ, അവരൊരൊറ്റ തെറ്റേ തെറ്റിട്ടുള്ളൂ, തൊപ്പിയും താടിയും. എനിക്ക് മുമ്പ് പറഞ്ഞ കേണൽ പറഞ്ഞല്ലോ നമ്മളെല്ലാവരും ഭാരതീയരാണെന്ന്. എങ്ങനെയാണ് 50,000 പേര് ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ളത്? എന്ത് തെറ്റ്, എന്ത് പാപത്തിന്റെ പേരിലാണ്? കേരളത്തിലെ PFIക്കാർ കൂടി ഉൾപ്പെടുവോ? PFIയും അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനകളും നിങ്ങൾ ഈ പറയുന്ന സംവിധാനങ്ങളും ഒക്കെ ഏകദേശം ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. അത് ഒരു മതവിഭാഗത്തെ ചൂഷണം ചെയ്യുന്നുണ്ട്. അവർ ഉന്നയിക്കുന്നത് തീവ്രവാദമാണ്. അതിൽ നിന്ന് ഭിന്നമല്ല ഈ പറയപ്പെടുന്ന എനിക്ക് മുമ്പ് സംസാരിച്ച പ്രതിനിധികൾ സംസാരിച്ച ആ പ്രത്യയശാസ്ത്രവും രണ്ടും നാണയത്തിന്റെ 2 വശങ്ങൾ തന്നെയാണ്. മലയകാവിലും സംഭവിച്ചത് അതാണ്. മലയകാവിൽ 7 നിരപരാധികൾ 7 വർഷമാണ് ജയിലിൽ കിടന്നത്. എന്നിട്ട് അസീമാനന്ദ് പറയുന്ന ഒരു സ്വാമിയാണ് ഈ 7 പേരുടെ കഥ പുറം ലോകത്തോട് പറഞ്ഞത്. ആരും അവരെ ഈ പറയുന്ന പോലെ കെട്ടിത്തൂക്കി അടിച്ചതും ഒന്നുമല്ല. അവരൊരു ദർശനത്തിൽ വിശ്വസിക്കുന്നതാണ്. അന്ന് അവർ പറഞ്ഞു, ഈ സഹോദരങ്ങൾ 7 പേർ ചെയ്യാത്ത കുറ്റത്തിന് ജയിലടകളിൽ പീഡിപ്പിക്കപ്പെടുന്നു, അവരുടെ യൗവനവും ആയുസ്സും ഹോമിക്കപ്പെടുന്നു. അവർ സത്യാവസ്ഥ തുറന്നു പറഞ്ഞതുകൊണ്ടാണ് NIA ആ കേസ് ഏറ്റെടുത്തത്. സ്വാഭാവികമായിട്ടും 2014 മുതൽ നമ്മുടെ രാജ്യത്ത് അനിഷ്ടകരമായ ചില സംവിധാനങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്രിയമായ ചില കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. അതൊരു സ്വാഭാവികമാണ്. അത് ഇന്ത്യക്കാരനെ സംബന്ധിച്ചത് സഹിച്ചേ മതിയാകും. എന്ത് ദ്രോഹമാണ് ചെയ്തത് താങ്കളോട്? എന്ത് ദ്രോഹമാണ് ചെയ്യാത്തത്? 2014 ശേഷമുള്ള ഭാരതത്തിന്റെ ആ കുതിപ്പ് അത് ജലീൽ കാണുന്നില്ലേ? കുതിപ്പോ? ഏതർത്ഥത്തിലുള്ള കുതിപ്പാണ്? ഏതർത്ഥത്തിലുള്ള കുതിപ്പാണ്? എല്ലാ മേഖലകളിലും ഈ രാജ്യത്തിന്റെ പ്രയാണത്തിൽ നിസ്തുലമായ സംഭാവനകൾ അർപ്പിച്ച ദളിതർ, ന്യൂനപക്ഷങ്ങൾ, അവരെ ഇന്നും പാർശ്വവൽക്കരിക്കപ്പെടുന്നതാണോ മുന്നേറ്റം എന്ന് പറയുന്നത്? ഈ രാജ്യത്തെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ സമ്പന്നർ. ഭാരതത്തിന്റെ രാഷ്ട്രപതി ആരാ? പേരിനൊരു അബ്ദുള്ള കുട്ടിയെ നിങ്ങൾ വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റും അത്രേ ഉള്ളൂ. ഭാരതത്തിന്റെ പ്രസിഡന്റും അത് തന്നെ. ഭാരതത്തിന്റെ പ്രസിഡന്റ് ആരാ? അല്ല, അബ്ദുള്ള കുട്ടി BJPയുടെ വൈസ് പ്രസിഡന്റ് ആണ്. അല്ല, ഭാരതത്തിന്റെ രാഷ്ട്രപതി ആരാ? മുഖ്താർ അബ്ബാസ് നഖ്വി ഉണ്ടായിരുന്നു, ഷാനവാസ് ഉണ്ടായിരുന്നു. അബ്ദുള്ള കുട്ടി എവിടെ? ആ വിഭാഗത്തോടും. ദ്രൗപദി മുർമു ആരാ? ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. അതെ, അവര് എവിടുന്നാ വരുന്നേ? ആദിവാസി സമൂഹത്തിൽ നിന്ന്. അപ്പൊ പിന്നെ താങ്കൾ പറഞ്ഞ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരു പ്രതിനിധിയെ രാഷ്ട്രപതി ആയതുകൊണ്ട് ഈ രാജ്യത്തെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹമായിട്ട് ഇന്നും അടിച്ചമർത്തപ്പെടുകയല്ലേ? അല്ല, എന്റെ അടുത്ത് ആങ്കർ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾക്കൊന്നേ ഉള്ളൂ, ജീവിച്ചാൽ മാത്രം മതി. മതത്തിന്റെ പേരിൽ ഞങ്ങളെ തല്ലിക്കൊല്ലാതിരുന്നാൽ മതി.
ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അതാണ് ആ വിഷയം. ശ്രീ ജലീൽ ഈ കേരളത്തിലല്ലേ മധു എന്ന് പറഞ്ഞ ഒരു ആദിവാസി പയ്യനെ അടിച്ചു കൊന്നത്? അതെ, മധുവിനെ കൊന്നത് അത് CPM കൊന്നത്. അങ്ങയുടെ സർക്കാരിന്റെ കീഴിലല്ലായിരുന്നു അത് നടന്നത്? അതിനെ കുറിച്ച് കെവിൻ എന്ന് പറഞ്ഞ പയ്യനെ, കെവിൻ എന്ന് പറഞ്ഞൊരു ദളിത് ക്രിസ്ത്യാനി പയ്യനെ ആരെങ്കിലും ഇവിടെ ന്യായീകരിച്ചിട്ടുണ്ടോ? അതിനെ ആരെങ്കിലും ന്യായീകരിച്ചിട്ടുണ്ടോ? അതിന്റെ പ്രതികളെ കയ്യാമം വെച്ച് അവരൊന്നും ജയിലില്ല. 7 വർഷത്തേക്ക് കെവിന്റെ കൊലപാതകത്തിലെ കേസിലെ പ്രതികൾ ജയിലിൽ കിടക്കുക. UP-യുടെ തെരുവോരങ്ങളിൽ 40-ലധികം ആളുകളാണ് പശുവിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. എത്ര പ്രതികളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? കണക്കുദ്ധരിച്ചോണ്ടെന്ന് പറഞ്ഞോളി. ഹരിയാനയിൽ അങ്ങോട്ടൊന്നും പോകണ്ട. പെരുമ്പാവൂരില് ഒരു ഒരു മധു എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ കെട്ടിയ പശുവിനെ കൊണ്ട് അകടർത്ത് വിട്ടതാരാ? SDPA-ക്കാരാണ്. ഇവന്മാർ തോന്നിയത് അവിടെ കാണിക്കും, അവിടെ ദണ്ഡോണ്ട് നല്ല അടി കിട്ടും. സംശയം എന്താ? അല്ല, അതിനൊക്കെ മറുപടി ആദ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ പറഞ്ഞ സാധനവും ഈ പറയുന്ന പ്രത്യയശാസ്ത്രവും ഒരു നാണയത്തിന്റെ 2 വശമാണെന്ന് വിശ്വസിക്കുന്നതാണ്. പിന്നെ കേണൽ പറഞ്ഞപ്പോഴേ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ, അദ്ദേഹത്തെ കൊണ്ടുവന്ന് കോഴിക്കോട് ആയിരങ്ങളെ അണിനിരത്തി ആദരവ് നൽകിയ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. ഞങ്ങൾക്ക് ഈ ഒരു ഭീകരതയോടും ഒരു തീവ്രവാദത്തോടും ഒരു യോജിപ്പുമില്ല. എല്ലാ ഭീകരവാദത്തെയും എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഒരിക്കലും അങ്ങയുടെ രാജ്യസ്നേഹത്തെ കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ രാജ്യസ്നേഹം എന്നുള്ള വേർഡേ യൂസ് ചെയ്തിട്ടില്ല. എന്റെ ഒരു വിശ്വാസം എല്ലാവരും രാജ്യസ്നേഹികളാണ്. അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യസ്നേഹികളാണ്. രാഷ്ട്രീയപരമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യസ്തങ്ങൾ കാണാം. അത് പറഞ്ഞോളൂ, അത് കുഴപ്പമില്ല. അതിനകത്ത് രാജ്യസ്നേഹത്തിന്റെ ക്വസ്റ്റ്യനെ ഉദിക്കുന്നില്ല. അങ്ങ് രാജ്യസ്നേഹ ആണോ അല്ലയോ എന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരാൻ പോലും അർഹതയില്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങ് എന്നെക്കാട്ടിയും കൂടുതൽ രാജ്യസ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അങ്ങ് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. അതിന്റെ അഭിനന്ദനങ്ങൾ, അതിന് നല്ല കാര്യം. അപ്പൊ നമ്മൾ എല്ലാവരും ഭാരതീയരാണ്. നമ്മൾ എല്ലാവരും ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് ഒപ്പം നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആശയം. അത് നമ്മൾ എല്ലാവരുടെ ആശയം. അത് അങ്ങനെ ആയിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വിദ്യാസാഗർ, എനിക്കിത്രേ പറയാനുള്ളൂ. ഈ ലീഗിന്റെ ആ ജലീൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തോട് ഒരു കാര്യം പറയാനുള്ളത്, ഇത് SDPA-യുടെ ഫാക്ടറിയിൽ ഉത്പാദിപ്പിക്കുന്ന നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയുടെ ലീഗല്ല അദ്ദേഹം. എനിക്ക് മനസ്സിലായി. LDF-ലെ ഇന്ത്യൻ നാഷണൽ ലീഗാണ് കേട്ടോ. മനസ്സിലായി. മുസ്ലിം ലീഗ് തീവ്രത പോരാന്ന് പറഞ്ഞുണ്ടാക്കിയ പ്രസ്ഥാനമാണ് INL. എന്താ സംശയം? മുസ്ലിം ലീഗിന് തീവ്രത പോരാ, മുസ്ലിം ലീഗ് പോരാ. അപ്പൊ മുസ്ലിം ലീഗ് തീവ്രത പോരാന്ന് പറഞ്ഞാൽ തീവ്രത കൂടിയ ലീഗാണ് INL. അപ്പോ INL ഇപ്പൊ ഇടതുപക്ഷത്തിന് കൂടെയല്ലേ, എന്റെ അറിവിൽ അതാണ്. അപ്പോ പിന്നെ ലോകസഭ കാണാത്ത ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇവർക്ക് ഇടയ്ക്ക്. മണ്ഡലം കാണാത്ത നേതാവ്. ഇടയ്ക്ക് വല്ലപ്പോൾ അറബി കല്യാണം മാതിരി മണ്ഡലത്തിൽ വന്നു പോയിരുന്ന ഒരു സേട്ട് ഉണ്ടായിരുന്നു. അത് ഇവരുടെ നേതാവെന്ന് എനിക്ക് അതിന്റെ ഓർമ്മ. ശരിയല്ലേ? സ്വതന്ത്ര ജനാധിപത്യ കണ്ട ഏറ്റവും വലിയ നീതികേടിനെതിരായിട്ട് പടപൊരുതിക്കൊണ്ട് ലീഗിന്റെ 37 വർഷക്കാലത്തെ പാർലമെന്റ് അംഗത്വം രാജിവെച്ചുകൊണ്ട് രാഷ്ട്രീയ മരുഭൂമിയിലേക്ക് നടന്നു നീങ്ങിയ ഒരാളാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ട്. ചരിത്രം വേണമെങ്കിൽ താങ്കൾക്ക് ഞാൻ പഠിപ്പിച്ചു. അത് തെറ്റില്ല. ഞാൻ പറഞ്ഞ അദ്ദേഹം അത് അവിടേക്ക് നടന്നു നീങ്ങി, പക്ഷെ മണ്ഡലത്തിൽ വരലുണ്ടായിരുന്നില്ല എന്നൊരു പൊതുവെ ഒരു അപഖ്യാതി അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതുകൊട്ടെ, അത് വിട്ടേ. കാരണം എന്റെ മണ്ഡലം കാണാതെ അറബി കല്യാണം മാതിരി വോട്ട് മേടിച്ച് പോയി ജയിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു പണ്ട് ലീഗിൽ എന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഈ സ്ഥിരമായിട്ട് ഈ പറഞ്ഞ NDF-ന്റെ ഫാക്ടറിയിൽ ഉത്പാദിപ്പിക്കുന്ന കാര്യങ്ങളാണ് RSS-കാർ ഒറ്റയാൾ പോലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദുത്വം പറയുന്ന ഒരുത്തൻ പോലും സ്വാതന്ത്ര്യം. ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ കാലത്തുള്ള ബാലഗംഗാധര തിലകൻ അടക്കമുള്ള ആളുകളൊക്കെ RSS രൂപീകരിക്കുന്നതിന് മുൻപേ തന്നെ RSS-ന്റെ ആശയം നടപ്പിലാക്കിയിരുന്നവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. 1925 RSS രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ ഗണേശോത്സവം നടത്തിക്കൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ഹിന്ദുക്കൾ എന്ന് മാത്രമല്ല ആബാലവൃദ്ധ ജനങ്ങളെയും ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ വേണ്ടി ഒരുക്കിയത് ഹിന്ദു ആശയങ്ങളുടെയായിരുന്നു. ഗണേശോത്സവം നടത്തിക്കൊണ്ടാണ് മഹാരാഷ്ട്രയിലും മറ്റും ഈ ബാലഗംഗാധര തിലകൻ ഇതിലൊന്നും ഇല്ലാന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് അതിലപ്പുറത്തുള്ള വൈതരണികളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് മറ്റു പലതും ശ്രദ്ധിക്കേണ്ടത്. കാരണം സ്വാതന്ത്ര്യ സമരത്തിന്റെ അതായത് അവസാന ഘട്ടത്തിൽ ലാപ്പിലേക്ക് കടക്കുന്ന സമയത്താണ് RSS രൂപീകരിക്കപ്പെടുന്നത്. അതിനു മുൻപും RSS-ന്റെ ആശയമുള്ള ലാലാ ലജ്പത് റായിയെ പോലുള്ള മഹാന്മാരായ ആളുകൾ അതേ തരത്തിൽ തന്നെയാണ് ജനതയും യൂത്തിനെ സംഘടിപ്പിച്ചത്. ബംഗാളിലായിക്കോട്ടെ, മറ്റ് പഞ്ചാബ് ഭാഗത്തായിക്കോട്ടെ, ഉത്തരേന്ത്യയുടെ മറ്റു പ്രദേശത്തായിക്കോട്ടെ, മഹാരാഷ്ട്രയിലായിക്കോട്ടെ, ഇവിടെ എല്ലാം ജനസാമാന്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇറക്കി വിട്ടത് രാമനാമമായിരുന്നു ഗാന്ധിജിയുടെ. ആ രാമനെ വന്ദിക്കുന്ന, ആ രാമനെ രാഷ്ട്രത്തിന്റെ ധർമ്മസ്വരൂപമായി ആരാധിക്കുന്ന വിഭാഗമാണ് RSS-കാർ. അപ്പൊ അവരേതെങ്കിലും യുദ്ധത്തിൽ പങ്കെടുത്തോ എന്ന് ചോദിച്ചത് അർത്ഥമില്ല. കാരണം അവരുടെ ആശയം RSS-ന്റെ പ്രത്യയശാസ്ത്രം തന്നെയാണ്. ബാലഗംഗാധര തിലകൻ മുതൽ നരേന്ദ്രമോദി വരെയുള്ളവർ കൈയാളുന്ന പ്രത്യയശാസ്ത്രം അതാണ്. ഞാനും ഫിസിക്കലി RSS-ന്റെ ശാഖയിൽ പോകുന്ന ആളല്ല.
പക്ഷെ ആ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ലീഗ് ഇന്ന് രണ്ടായില്ലേ? അപ്പൊ ലീഗിൽ അടിസ്ഥാനമായിട്ടൊരു ആശയം ഉണ്ടാവുമല്ലോ, ഉണ്ടാകുന്ന വിചാരിക്കുന്നത്. ആ ആശയം ആര് കൈയാളിയാലും അയാൾ ഇതിന്റെ അനുഭാവിയാവുമല്ലോ. അതുപോലെ ഈ പറഞ്ഞ പൂർവ്വ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഗാന്ധിജിയും അടക്കമുള്ളവർ രാമഭക്തരും ഹിന്ദു ധർമ്മത്തെ പറ്റി ബോധമുള്ളവരും ദേശത്തിന് ശക്തി വേണമെന്നും ദേശം അഖണ്ഡമാവണമെന്നും സങ്കല്പിച്ചവരാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ആ ദേശത്തെ ഖണ്ഡിച്ചതാരാണ്? അത് ഈ ലീഗാണ്. അവിടെയാണ് പ്രശ്നം. അപ്പോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ ഇല്ലെന്നുള്ള ചോദ്യത്തെക്കാളും പ്രസക്തം നമ്മൾ ഒരുമിച്ച് മുന്നേറി നേടിയ സ്വാതന്ത്ര്യത്തെ രണ്ട് കഷണമാക്കി, രണ്ട് ശത്രുരാജ്യങ്ങളാക്കി ചിത്രീകരിച്ച് രക്തപ്പുഴയൊഴുക്കാൻ കാരണം RSS ആണോ, ബജ്രംഗ് ദളാണോ, വിശ്വ ഹിന്ദു പരിഷത്താണോ, അതോ ലീഗാണോ? അതാണ് ഉത്തരം. ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം വേണ്ടത്. ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം തരാം. താങ്കൾ പറഞ്ഞല്ലോ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പ്രത്യയശാസ്ത്രമാണ് താങ്കളടക്കമുള്ളവർ വിശ്വസിക്കുന്നതെന്ന്. കടലും കടലാഴിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സമാനമായി ഞാൻ പറയാം, മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗും ഇസ്ലാം മതവുമായി ആകാശവും ഭൂമിയും പോലുള്ള വ്യത്യാസമുണ്ട്. മതത്തെ തങ്ങളുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി BJP എങ്ങനെയാണോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൈന്ദവ ദർശനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിലെത്തിയത്, സമാനമായിട്ട് മുസ്ലിം വിഭാഗത്തെയും ഇസ്ലാം മത ദർശനങ്ങളെയും പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായി. അതിൻ്റെ രാഷ്ട്രപിതാവായ ആളാണ് ജിന്ന. അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങൾ രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ജിന്നയെ കുറിച്ച് ഞാൻ പഠിച്ചിടത്തോളം ഇസ്ലാമിക ദർശനങ്ങളുമായിട്ട് പുലബന്ധമില്ലായിരുന്നു. അദ്ദേഹം മദ്യപാനിയായിരുന്നു. ഇസ്ലാം നിഷിദ്ധമാക്കിയ പന്നിമാംസം കഴിക്കുന്ന ആളാണ്. ആ ജിന്ന മുസ്ലിങ്ങളുടെ വക്താവാകും? താങ്കളൊന്ന് പറയില്ല. നമ്മുടെ ഈ അഹമ്മദ് പോലും എങ്ങനെയായിരുന്നു നമുക്ക് അറിയാലോ. നമ്മുടെ കേരളത്തിലെ ലീഗിന്റെ നേതാക്കന്മാരുടെ കാര്യം നമുക്കറിയാലോ. അപ്പൊ നമ്മൾ അതിലേക്ക് ചർച്ച ചെയ്യേണ്ട. ഞാൻ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുത്വ ആശയമുള്ളവർ പങ്കെടുത്തിട്ടില്ലെന്ന് പറയുന്നത്? അവിടെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്ന് താങ്കളും അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയുന്നു, രാജ്യത്തെ ഹൈന്ദവ മഹാഭൂരിപക്ഷം സഹോദരങ്ങൾ, മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും കൂട്ടമായി നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യമായത്. എന്നാൽ ഇന്ന് ഹൈന്ദവ ദർശനത്തിന്റെ പേര് പറയുന്ന നിങ്ങളടക്കമുള്ള പ്രത്യയശാസ്ത്രക്കാർ അന്ന് തികച്ചും ഒറ്റുകാരുടെ റോളിലാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അന്ന് മാപ്പെഴുതി നൽകിയവരാണ് നിങ്ങള്. അന്ന് മാപ്പെഴുതി നൽകിയവരാണ് നിങ്ങള്. മിസ്റ്റർ ജലീൽ, ഒറ്റ കാര്യമുള്ളൂ. ഈ നിങ്ങളിപ്പോ എണ്ണെടുത്ത് പറഞ്ഞ ഹിന്ദുക്കളോ കമ്മ്യൂണിസ്റ്റുകളോ ക്രിസ്ത്യാനികളോ സ്വന്തം രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടില്ലല്ലോ. മതരാഷ്ട്രം വേണമെന്ന് മതരാഷ്ട്രവാദം ഇവിടെ സാക്ഷാത്കരിച്ചത് ഈ രാജ്യത്തിന്റെ പെരുമാറ് വെട്ടിപ്പുള്ളതുകൊണ്ടല്ലേ. ഇനി ഒരിക്കലും അത് വെട്ടിപ്പിളർക്കപ്പെടരുതെന്ന് കരുതി രൂപപ്പെട്ട സംഘടനയാണ് RSS. ഒരു തരത്തിലും ആ മതരാഷ്ട്രവാദത്തെ ഇന്ത്യയിലുള്ള 20 കോടി മുസ്ലിങ്ങൾ അല്ലെ 12 കോടി മുസ്ലിങ്ങൾ അന്നും അംഗീകരിച്ചിട്ടില്ല, ഇന്നും അംഗീകരിച്ചിട്ടില്ല. കാരണം അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പിറന്നു വീണ മണ്ണ് തലയില്ലാത്ത ഇന്ത്യ പ്രത്യക്ഷപ്പെടുന്നത് അത് അംഗീകരിക്കത്തോണ്ടായിരിക്കും അല്ലേ? ഇന്നത്തെ ഇന്ത്യയെ BJP എങ്ങനെ ചൂഷണം ചെയ്യുന്നുവോ സമാനമായിട്ടും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാകിസ്ഥാൻ മുസ്ലിം ലീഗും ജിന്നയുടെ പാർട്ടിയും പാകിസ്ഥാനിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ ചൂഷണം ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. BJP ഭരണത്തിൽ വന്നതിന് ശേഷം മദ്രസ വിദ്യാഭ്യാസത്തിനും ഇസ്ലാമിക വിദ്യാഭ്യാസത്തിനും വേണ്ടി എത്ര കോടികളാണ് നീക്കി വെച്ചത്? ഞങ്ങൾക്ക് 1 കോടി മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ആവശ്യമില്ല. തൊപ്പിയും തടിയും വെച്ചുകൊണ്ട് മദ്രസ അധ്യാപകന് റോഡിൽ കൂടി നടക്കാനുള്ള ഒരു ദയ നിങ്ങളിൽ നിന്ന് ഉണ്ടായാൽ മതി. നിങ്ങളുടെ മനസ്സിലിരിപ്പ്, അതായത് പശുക്കളെ വേദത്തിൽ പറയപ്പെടുന്ന ഒരു കാര്യമാണ് ഗാവോ വിശ്വസ്യ മാതര, വിശ്വത്തിന്റെ മാതാവായി ഗോക്കളെ നിങ്ങൾ കാണണം എന്നുള്ളത്. അത് ഹിന്ദുക്കളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരുത്തിന് വിശ്വാസത്തിന്റെ ഭാഗമായ പശുവിനെ തന്നെ ഞാൻ കർഷകരുടെ മോഷ്ടിച്ചു കൊണ്ടുപോയി അറക്കുന്നു കണ്ടാൽ അടി കൊണ്ട് പിരിയുക തന്നെ ചെയ്യും. എന്നിട്ടാണോ ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരായിട്ട് BJP നേതാക്കൾ മാറിയിരിക്കുന്നത്? തെറ്റായ കണക്കാണ്, കറക്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന കള്ളം മാത്രമാണ്. അതിന് നിങ്ങൾ പറഞ്ഞല്ലോ മദ്രസാധ്യാപകന് ക്ഷേമനിധി കൊടുക്കുന്നത്. നൂറുകണക്കിന് പള്ളികളും മദ്രസകളുമാണ് UPയുടെ തെരുവോരങ്ങളിൽ ബുൾഡോസർ രാജിന് ഇടയാകുന്നത്. നിങ്ങൾ അതൊന്നും അരുതേ എന്ന് പറയൂ. ഇതാ നിങ്ങൾ ധരിച്ചിട്ടുള്ള ഹൈന്ദവ ദർശനം ഇതാണോ? കള്ളപ്രചരണമാണ് സാർ. പോപ്പുലർ ഫ്രണ്ടിന്റെ നിങ്ങൾ തെളിവ് കാണിക്കൂ. അനിൽ നമ്പ്യാർക്ക് അയച്ചു കൊടുക്കൂ തെളിവ്. നിങ്ങൾ തെളിയിക്കൂ. നിങ്ങൾ പറഞ്ഞ പ്രസ്താവന തെളിയിക്കൂ. ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഇവിടെ ഒരു മുസ്ലിമിനും, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ഒരു മുസ്ലിമിനും ഒരു കുഴപ്പം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല മോദി വന്നതിന് ശേഷം. എവിടെയാണ് പ്രശ്നം വരുന്നത്? പാവപ്പെട്ട കർഷകരായ ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് വ്യാപകമാണ് ഉത്തർപ്രദേശിലും മറ്റും. നിങ്ങൾക്കത് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ ചെയ്താൽ അടിക്കുന്നവരെല്ലാവരും RSS ആ പ്രദേശവാസികളായ ആളുകൾ രാജ്യത്തിന് വേണ്ടി അതിർത്തി കാത്ത സൈനികന്റെ
ബന്ധുവായ കുടുംബക്കാരനായ അഖിലാഖിനെ കൊന്നത് പശുവിനെ കച്ചവടം ചെയ്തതുകൊണ്ടാണോ, മോഷ്ടിച്ചതുകൊണ്ടാണോ? എത്ര അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ഇവിടെ അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ജലീൽ പറയുന്ന ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ജലീൽ പറയുന്നത് മുസ്ലിങ്ങൾക്ക് വഴി നടക്കാൻ പറ്റുന്നില്ലെന്നാണ്. അത് പാകിസ്ഥാൻ നടത്തുന്ന പ്രചരണമാണത്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല എന്ന പ്രചരണം നടത്തുന്ന പാകിസ്ഥാനാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റുകാര്. ഗുരുമൂർത്തി, രാഹുൽ അമേരിക്കയിൽ പോയി പറഞ്ഞതും അതാണ്. ഇവരൊക്കെ കോമൺ അജണ്ടയാണ്, ഒരേ കോമൺ. രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദം ഹിന്ദു തീവ്രവാദമാണെന്ന്. അത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോട് കൂടി തന്നെയാണ് ഹിന്ദു സമൂഹം നീങ്ങുന്നത്. BJP സർക്കാരിനെ ഇപ്പോഴും ഹിന്ദു സമൂഹം സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രധാന കാരണം ഇത് തന്നെയാണ്. ഈ സർക്കാർ പോയി കഴിഞ്ഞാൽ ഈ ജിഹാദി കോൺഗ്രസ് നെക്സസ് എന്ത് ചെയ്യില്ലെന്ന് നമ്മൾ കണ്ടു. നമുക്ക് പറയാൻ പറ്റുമോ? ജലീൽ, ഈ ഒരു നരേറ്റീവ് 2014 തൊട്ട് പറഞ്ഞ് ഇത് 3ാം ടെന്യൂറാണ് ശ്രീ മോദിയുടെ വരുന്നത്. അത് തന്നെയാണ് ഇന്നലെ ശ്രീ അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത്. നിങ്ങൾ ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത 30 വർഷത്തിലും BJP ഗവൺമെന്റ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം ആളുകൾ, നാട്ടുകാർ, അതിനകത്ത് എല്ലാ വിഭാഗത്തിലെ ആളുകളും ഉണ്ട്. ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിങ്ങളുണ്ട്. അവർക്ക് സത്യം അറിയാം. അവർ വിഡ്ഢികളല്ല. അവർക്ക് ഡയറക്റ്റ് ആയിട്ട്, നേരത്തെ ശ്രീ പറഞ്ഞ ഗുരുമൂർത്തി പറഞ്ഞ പോലത്തെ, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങളും ഈ മോദി സർക്കാർ തന്നെയാണ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ഇവിടെ നിന്നിട്ട് രാഷ്ട്രീയം പറയാം, പക്ഷെ ഈ മോദി സർക്കാർ തന്നെയാണ് ഓരോ അക്കൗണ്ടിലും ജാതി മതം നോക്കാതെ ഓരോ അക്കൗണ്ടിലും ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ വഴി പൈസ അയക്കുന്നതും ഓരോരുത്തരുടെ കാര്യത്തിലും ഒരു രീതിയിലുള്ള വിവേചനം ചെയ്യാതെ വികസനം ചെയ്യുന്നതും അത് ഈ മോദി സർക്കാർ തന്നെയാണ്. അത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു ട്രിപ്പിൾ തലാഖ് എന്ന് പറഞ്ഞ കാര്യം ആവശ്യമുണ്ടെങ്കിൽ അത് മുസ്ലിം സഹോദരിമാർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതേപോലെ കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിനി എത്ര നരേറ്റീവ് സൃഷ്ടിച്ചാലും എത്ര ചെയ്താലും സ്വന്തം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ അത് തന്നെയാണ് ആ ജനമാണ് വോട്ട് കുത്താൻ പോകുന്നത്. ആ ജനം വോട്ട് കുത്തിയതാണ് ഈ 3 ടെന്യൂറായിട്ട് വരുന്നത്. അതേ ജനങ്ങളായിരിക്കും അടുത്ത 3 ടെന്യൂറിലും കുത്താൻ പോകുന്നത്.